നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കേരള സ്റ്റൈൽ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാദ്യമായിട്ട് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, സോമ്പ് അല്ലെങ്കിൽ കനൽ അല്ലെങ്കിൽ പെരുംജീരകം ഇതെല്ലാം ഇട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമ്മളിടണം. അതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവോള അരിഞ്ഞ് വെച്ചത് ഇടാൻ പോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ചേർക്കാം. നമ്മളിപ്പോൾ 1.5 കിലോ ബീഫ് കറിയാണ്, 1.5 കിലോ പോത്തിറച്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആവശ്യമായ സവോള നമ്മൾ ഇട്ടു. ഗ്രീൻ ചില്ലി നമുക്ക് ഇങ്ങനെ പച്ചമുളക് ഇടണം, കറിവേപ്പില ഇടണം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പില നമുക്ക് ചേർക്കാനുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിലുള്ള നാടൻ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില, വീട്ടിൽ നിന്നുള്ള നാടൻ കറിവേപ്പില കുറച്ച് അതിലേക്ക് നമ്മൾ ചേർത്തു. ശകലം പച്ചമുളക് ചേർത്തു. ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ചേർക്കുക. അപ്പം നമ്മൾ ആദ്യം എന്തൊക്കെ എണ്ണ ഒഴിച്ചതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ശകലം കുരുമുളക്, പിന്നെ സോമ്പ്, പെരുംജീരകം എല്ലാം ഇട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. അതിന് ശേഷം നമ്മൾ സവോള ഇട്ട് വഴറ്റി. അതിന് ശേഷം ഇത് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്ക് ചേർക്കണം.
അപ്പം നമ്മുടെ സവോള മസാലയ്ക്ക് സവോള എല്ലാം വഴന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നാടൻ സ്പെഷ്യൽ ബീഫ് കറിയാണ്, ക്രിസ്മസ് സ്പെഷ്യൽ. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിട്ട മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായതിന് ശേഷമേ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ബീഫ് ഇതിനകത്ത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ പച്ചച്ചൊവ ഉണ്ടാവും. നമ്മളിട്ട മുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരണം, ചൂടാക്കണം, അല്ലെങ്കിൽ പച്ചച്ചൊവ ഉണ്ടാവും. നമ്മൾ ഇതിന് ശേഷം റോസ്റ്റായതിന് ശേഷം ഇത് ചൂടായതിന് ശേഷം മസാലയെല്ലാം ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും, അത് മിക്സ് ചെയ്യും. ഇത് സമയലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ വേവിച്ചത്. കുക്കറിലെല്ലാം ഡയറക്റ്റാണ് സമയം എടുക്കും, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ സമയലാഭത്തിന് വേണ്ടിയാണ് കുക്കറിൽ വേവിച്ചത്. അപ്പോൾ കുക്കറിൽ വേവിച്ചപ്പോൾ നമ്മൾ ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ് കുക്കറിൽ വേവിച്ചത്. അത് നമ്മൾ മസാല ചേർത്തതിന് ശേഷം
വരും. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഞങ്ങൾ ശകലം ഉപ്പ് ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ നമുക്കിത് മസാല മിക്സ് കഴിഞ്ഞപ്പോൾ ഉപ്പ് ശകലം കുറവാണെങ്കിൽ നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർക്കേണ്ടതുണ്ട്. ബീഫ് കറി ഇച്ചിരി ഗ്രേവി കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ചേർക്കാം. ഇപ്പോൾ നമുക്ക് ചാറൊക്കെ കുറവാണെങ്കിൽ നമുക്കിപ്പോൾ പൊടിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അപ്പമൊക്കെയാണ് രാവിലെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ചാറ് വേണം. അപ്പോൾ ചാറിന് വേണ്ടി ശകലം വെള്ളം കുറവാണെങ്കിൽ ശകലം വെള്ളം ചേർത്ത് ഉപ്പ് കുറവാണെങ്കിൽ ശകലം ഉപ്പും കൂടെയൊക്കെ ചേർത്ത് നല്ല കിടിലൻ ടേസ്റ്റാണ്. സ്പെഷ്യൽ നാടൻ ഇറച്ചിക്കറി, അത് പോത്ത് കറി, ബീഫ് കറി.